ചെർപ്പളശ്ശേരി പാർത്ഥൻ്റെ ഉടമസ്ഥരായ ശബരി ഗ്രൂപ്പിൻ്റെ തന്നെ മറ്റൊരാനയാണ് നീലകണ്ഠൻ. തമിഴ്നാട്ടിൽ ഒരു മുസ്ലിം പള്ളിയുടെ സ്വന്തമായിരുന്ന ഈ സഹ്യപുത്രൻ വളർച്ചയുടെ പടവുകൾ കടന്ന് തണ്ടും തടിയും വെച്ച് അസൽ ഒരു ഗണ്ടത്തിമനായതോടെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രയാസം നിമിത്തം അവർ ഇവനെ വിറ്റൊഴിവാക്കുകയായിരുന്നു. പക്ഷേ ചെർപ്പളശ്ശേരി നീലകണ്ഠൻ്റെ കാര്യമെടുത്താൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കാം, വേണമെങ്കിൽ തടിയും പിടിക്കും എന്ന മട്ടിലുള്ള ആനകളുടെ നിത്യോപയോഗങ്ങൾക്ക് പുറമേ ഇവൻ്റേത് മാത്രമായ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ആനകൾ കാൽ കൊണ്ട് ചവിട്ടി തേങ്ങ പൊട്ടിച്ചെടുക്കാറുണ്ടെങ്കിലും നീലകണ്ഠൻ്റെ കയ്യിലേക്കൊരു തേങ്ങ കൊടുത്താൽ യാതൊരുവിധ ആയുധ സഹായവുമില്ലാതെ തന്നെ നിമിഷങ്ങൾക്കകം കൊമ്പും തുമ്പിയും ഉപയോഗിച്ച് പൊതിച്ചെടുക്കും. ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൊതിച്ചു കഴിഞ്ഞ തേങ്ങയിൽ ഇനിയും അല്പമെങ്കിലും ചകിരി അവശേഷിക്കുന്നുണ്ടോ എന്ന് തടഞ്ഞു നോക്കി അതും പറിച്ചെടുക്കുവാനുള്ള നീലകണ്ഠൻ്റെ വിരുത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പൊതിച്ചു കഴിഞ്ഞ തേങ്ങ നിങ്ങൾക്ക് വേണോ അതോ ഞാൻ ശാപ്പിടണോ എന്നതാണ് തുമ്പിക്കൈ കൊണ്ടുള്ള ഈ ആംഗ്യത്തിൻ്റെ വിവക്ഷ. തേങ്ങ തിന്നോളുവാൻ പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം കടിച്ചു പൊട്ടിച്ച് ചിരട്ടയടക്കം അകത്താക്കുകയും ചെയ്യും. അതെ, പശു ഒരു വളർത്തുമൃഗമാകുന്നു. അത് ഞങ്ങൾക്ക് പാൽ തരും എന്ന് പറയും പോലെ നീലകണ്ഠൻ ഞങ്ങൾക്ക് തേങ്ങ പൊതിച്ചും തരും എന്ന് നമുക്ക് ധൈര്യമായി പറയാം. ചെർപ്പളശ്ശേരി പാർത്ഥൻ എന്ന ആനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, അതിനെപ്പറ്റി പറയുകയും ചെയ്തു. അതിൻ്റെ ചില സ്വഭാവവിശേഷങ്ങളും ചില പ്രത്യേകതകളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് വേണ്ടി ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ വളരെ രസകരമായ ചില പ്രത്യേകതകളുണ്ട് ഈ ആനയ്ക്ക്. ആനകൾ പല ദിക്കിലും അതിൻ്റെ പൊക്കം കൊണ്ട് ചെന്നാൽ എങ്ങനെയെങ്കിലും ആനക്കാരുടെ ചില പ്രത്യേക കൗശലം കൊണ്ട് കത്തി കൊണ്ടോ വടി കൊണ്ടോ ഒക്കെ കുത്തി പിടിച്ചിട്ടാണ് അതിൻ്റെ തല വളരെയധികം ഉയർത്തി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഉയർത്തി നിൽക്കുന്നതായ ഏറ്റവും ഉയരം കൂടിയ 2-3 ആനകളിൽ പെടില്ല ഈ ആനയെങ്കിലും സ്വാഭാവികമായിട്ടും അത് പൂരപ്പറമ്പിലേക്ക് ചെന്നാൽ, ആനകളുടെ ഇടയിലേക്ക് ചെന്നാൽ അതിനെ എങ്ങനെയോ തല ഉയർത്തി പിടിക്കണം എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ തന്നെ അതിൻ്റെ ഒരു ആനയുടെ ഒരു നില എന്നൊക്കെ പറയില്ലേ, ആ നില തന്നെത്താൻ കൈവരിച്ചിട്ടുള്ള ഒരു സാധനമാണ് ആന. അതെ, 30കളിലേക്ക് കാലെടുത്ത് വയ്ക്കും മുമ്പേ തന്നെ 3 ലോകവും പരക്കുന്ന പ്രശസ്തി. അതാണ് ചെർപ്പളശ്ശേരി പാർത്ഥൻ. മറുനാട്ടിൽ നിന്നും ആനത്തട്ടകമായ കേരളത്തിലേക്കെത്തി ഏറ്റവും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ഇവിടെ സ്വന്തമായൊരു സാമ്രാജ്യവും അവിടെ ഈ ചക്രവർത്തിക്ക് വേണ്ടി ജീവൻ വരെ സമർപ്പിക്കുവാൻ തയ്യാറുള്ള പ്രജകളെയും സൃഷ്ടിച്ചെടുക്കുവാൻ കഴിഞ്ഞ മറ്റൊരാനയും പാർത്ഥനെ പോലെ ഉണ്ടാവില്ല. തൻ്റെ തുമ്പിക്കൈയിൽ ആരും പിടിക്കുന്നത് പാർത്ഥന് തീരെ രസിക്കാത്ത കാര്യമാണ്. അതിപ്പോൾ വരുന്നവനും പോകുന്നവനും ഒക്കെ മൂക്കിൽ കയറി പിടിക്കാൻ വരുന്നത് പാർത്ഥനല്ല, നമുക്കാണെങ്കിലും രസിക്കുമോ? തൻ്റെ സ്വന്തം ലാവണമായ പുത്തൻ വീട്ടിലെ ആനത്തറിയിൽ കിടന്നുറങ്ങും പോലെ സുഖമായ ഒരു ഉറക്കം പാർത്ഥന് വേറെ എവിടെ കിടന്നാലും കിട്ടില്ല. ഇടയ്ക്കിടെ ചാടി എഴുന്നേൽക്കും. ആനകൾ നിന്നുകൊണ്ട് തന്നെ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങാറില്ലേ? പിന്നെന്താ പാർത്ഥൻ മാത്രം ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അത് പാർത്ഥൻ്റെ ഒരു വീക്ക്നെസ് എന്ന് ജീവചരിത്രകാരന്മാർ കുറിച്ചോട്ടെ എന്നാവും അവൻ്റെ ഉത്തരം. പാർത്ഥനെ എഴുന്നള്ളിക്കുന്ന ഉത്സവ നഗരികളിൽ ഇടയ്ക്ക് ഇവൻ്റെ പ്രകടനം ഒന്ന് വീക്ഷിക്കുവാനും വിലയിരുത്തുവാനും ഉടമകളും വേണ്ടപ്പെട്ടവരും എത്തിയാൽ ഒരു കുഴപ്പമുണ്ട്.
അവരുടെ ഗന്ധം മൂക്കിലടിച്ചാൽ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും കണ്ണിൽപ്പെട്ടാൽ പിന്നെ തലയെടുപ്പും മത്സരവീര്യവുമെല്ലാം വിസ്മരിച്ച് കക്ഷി തൻ്റെ വേണ്ടപ്പെട്ടവരുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ മൃങ്ങസ്യ എന്ന മട്ടിൽ മിഴിച്ചു നിൽക്കും. ചുമ്മാ വെച്ച് താമസിപ്പിക്കാതെ എനിക്കുള്ളത് ഇങ്ങോട്ട് എടുത്തോ ചേട്ടാ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. പൂമുള്ളി ആയാലും ഇന്നത്തെ ഉടമകളായ ശബരി ഗ്രൂപ്പായാലും യുവത്വത്തിൻ്റെ പ്രസരിപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ആന പിടിച്ചത് അത്രയും പൂങ്കൊമ്പുകൾ അഥവാ പുളിങ്കൊമ്പുകൾ. പൊന്നുപോലെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉടമകളായിരുന്നു എന്നും പാർത്ഥനാനയുടെ സൗഭാഗ്യം. പ്രശസ്തിയുടെ നെറുകയിൽ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ തന്നെ ജീവന്റെ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലായി തീരുക എന്ന ദുര്യോഗവും ഇടക്കാലത്ത് പാർത്ഥനാനയ്ക്കുണ്ടായി. അഥവാ ദുരന്ത പര്യവസായിയായി തീരുമായിരുന്ന ഒരു ജീവിത നാടകത്തിൻ്റെ അവസാന രംഗത്തോളം ചെന്നു കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്കുള്ള പുനർജനി എന്നോണം വീണ്ടെടുക്കപ്പെട്ട കഥയാണ് ഇന്നത്തെ ചെർപ്പളശ്ശേരി പാർത്ഥൻ്റേത്. കഴിഞ്ഞ ഉത്സവ സീസണിൻ്റെ തുടക്കത്തിൽ ഏതാനും ഉത്സവങ്ങളിൽ പാർത്ഥൻ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും എന്നും ഏതൊരു ഉത്സവപ്പറമ്പിലും ഏതൊരു ആനക്കൂട്ടത്തിലും ഒരു പവർ സ്റ്റേഷൻ്റെ ഊർജ്ജപ്രസര ശേഷിയുമായി തലയുയർത്തിപ്പിടിച്ച് നിൽക്കാറുള്ള പാർത്ഥൻ്റെ നിഴൽ മാത്രമായിരുന്നു അന്ന് അവിടെ കണ്ടത്. അയ്യോ, നമ്മുടെ പാർത്ഥന് ഇത് എന്തു പറ്റി എന്ന് കണ്ടവർ സഹതാപത്തോടെ ചോദിച്ചു പോകുന്ന ദയനീയ ഭാവം. അധികം താമസിയാതെ പാർത്ഥൻ ഉത്സവ നഗരികളിൽ നിന്നും തീർത്തും അപ്രത്യക്ഷനാവുകയും ചെയ്തതോടെ ആനക്കമ്പക്കാരുടെ ഉള്ളം പിടച്ചുപോയി. കാര്യമായ ചില രോഗങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും പാർത്ഥൻ ചെർപ്പളശ്ശേരിയിലെ ആനപ്പറമ്പിൽ പരിപൂർണ വിശ്രമത്തിലും ചികിത്സയിലുമാണെന്ന വാർത്ത കേട്ട് കുറച്ചെങ്കിലും ആശ്വാസം കൊണ്ട ആരാധകരുടെ ഹൃദയങ്ങളിൽ തീ കോരിയിടുന്നതായിരുന്നു പിന്നെ പിന്നെ പുറത്തു വന്നുകൊണ്ടിരുന്ന വാർത്തകൾ. 4-5 ആനക്കമ്പക്കാരും 4-5 ആനക്കാരും 1-2 ആന ഉടമകളുമൊക്കെ ഒത്തുകൂടുന്ന ഓരോ വെടിവട്ടങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരുന്ന പാർത്ഥവിശേഷങ്ങൾ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. പാർത്ഥൻ്റെ കാര്യം പരുങ്ങില്ല, ആന കയ്യിൽ നിന്ന് പോയെന്ന് തന്നെയാണ് കേൾക്കുന്നത്. പാർത്ഥൻ്റെ രോഗവിവരമറിഞ്ഞ് 100 കണക്കിന് ആരാധകരാണ് അന്ന് ചെർപ്പളശ്ശേരി പുത്തൻ വീട്ടിലെ ആനപ്പറമ്പിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഈ കൊല്ലത്തിലെ പൊതുവെ പ്രാർത്ഥന എഴുന്നള്ളിപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ ഒരു ശ്രുതി ഉണ്ടായി. പ്രാർത്ഥന കാണാനില്ലായിരുന്നു ഉത്സവപ്പറമ്പിൽ കാര്യമായിട്ട്. അപ്പോൾ അതിന് സുഖമില്ല. അങ്ങനെയാണ്. അതിന് ഇപ്പോൾ രണ്ടാമത് എഴുന്നള്ളിപ്പിനും പൂരത്തിനും ഒക്കെ തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ നാട്ടിലൊരു ശ്രുതി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്? അതായത് കഴിഞ്ഞ ഏകദേശം കുംഭമാസം ആദ്യത്തെ ആഴ്ചയോട് കൂടിയിട്ട് ആനൊന്ന് എഴുന്നള്ളിപ്പിന്ന് ഇങ്ങോട്ട് പിന്മാറി. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സുഖമില്ല, ഈ വലത്തെ നടക്ക് ഒരു നീരുമാതിരി വന്ന് ആന ഇത്തിരി അവശനായിട്ട് നടക്കാൻ വയ്യാത്ത ഒരു ഇതിലായിരുന്നു. അതെ. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വേണ്ട ഡോക്ടറെയൊക്കെ വിളിച്ച് കാണിച്ചു. അവരും പറഞ്ഞു ഇത് എല്ലാ ആനകൾക്കും വരാവുന്നൊരു ഇതാണ്. കാരണം അത്ര സീരിയസ് ഒന്നുമല്ല, ഇത് സാധാരണ ഒരു മരുന്നുകൊണ്ടൊക്കെ ഒരു ഇഞ്ചക്ഷനോ മരുന്നൊക്കെ കൊടുത്താൽ മാറാവുന്ന ഇതാണെന്നും പറഞ്ഞിട്ടാണ് അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് ചികിത്സിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് മാറുന്നില്ല എന്നുള്ളൊരിത് വന്നപ്പോൾ ഞങ്ങൾക്കും കുറച്ച് ടെൻഷനായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേറെ ഒത്തിരി കൂടി ഇതായി അലോപ്പതിയും ആയുർവേദം കൂടി നോക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ ആവണപ്പറമ്പൻ തിരുമേനി, പിന്നെ വൈക്കം രാമക്കൈമൾ ബാക്കേൽ. അപ്പോൾ അദ്ദേഹം വന്ന് എല്ലാവരും നോക്കിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി മരുന്നുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് എത്ര നാളങ്ങനെ അത് ഏകദേശം ഞങ്ങൾ വീട്ടിലൊരു 8 മാസത്തോളം കഴിഞ്ഞ സീസൺ മുഴുവൻ ഫുള്ള് ഒരു ഉത്സവത്തിനും വിട്ടില്ല. ഞങ്ങളെ സാധാരണ ഇതിൽ ആനയ്ക്ക് എന്തെങ്കിലും വല്ല അസ്വസ്ഥത ഉണ്ട് തോന്നി കഴിഞ്ഞാൽ എത്ര വലിയ ഉത്സവമാച്ചാലും ഞങ്ങളൊക്കെ മുടക്കിയിട്ട് ആന വീട്ടിൽ കൊണ്ട് നിർത്തും. ആനയ്ക്ക് എഴുന്നള്ളിപ്പിന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കേണ്ടത് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും എഴുന്നള്ളിപ്പിന് വിട്ടില്ല. ഇല്ല, കൊണ്ടുവരില്ല. ആന സഫർ ചെയ്യിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഞങ്ങളൊരു മോഹത്തിന് ആണത്, അല്ലാണ്ട് ഇതൊരു ധനാഗമമാർഗമായിട്ടല്ല ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾക്ക് പ്ലസ് നാട്ടിലൊക്കെ ഒരു ഉത്സവങ്ങളിൽ പങ്കെടുക്കുക. ചെർപ്പളശ്ശേരി ആനകൾ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ഈ വർഷം അത്യാവശ്യം അതും ഞങ്ങൾ ഓടിച്ച് എഴുന്നള്ളിക്കുന്നൊന്നുമില്ല. അങ്ങനെ വലിയ എഴുന്നള്ളിപ്പൊന്നുമില്ല. ആനയ്ക്ക് വണ്ടിയിൽ കൊണ്ടുപോകും,
നടക്കാത്ത ഒരു 5 കിലോമീറ്ററിലും കൂടുതൽ നടത്തില്ല. പിന്തുടയുടെ മുകൾ വശങ്ങളിലായി തഴമ്പ് പോലെ കുറേ കാലം കല്ലിച്ച് കിടക്കുകയും പിന്നെ ആ വ്രണം പഴുത്തു പൊട്ടി ഉണങ്ങാൻ പ്രയാസമായി തീരുകയും ചെയ്യുന്നത് നല്ലൊരു ശതമാനം ആനകളെയും വിഷമിപ്പിക്കുന്ന ഒരു രോഗമാണ്. ഇതിനെ കിടക്കത്തഴമ്പെന്നാണ് പറയുന്നത്. ആനകൾ കിടക്കുന്ന സമയങ്ങളിൽ ആ ഭാഗത്ത് കല്ലുപോലെ കനപ്പെട്ട വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണിക്കൂറുകളോളം ആനയുടെ ശരീരഭാഗം ആ കല്ലിൽ അമരുകയും അങ്ങനെ അവിടെ തഴമ്പ് വന്ന് പഴുക്കുകയുമാണ് ഉണ്ടാകുന്നത്. ആനകളെ കിടത്തുമ്പോൾ അല്ലെങ്കിൽ അവയ്ക്ക് കിടക്കുവാൻ പാകത്തിൽ തളയ്ക്കുമ്പോൾ കല്ലുകളോ മറ്റപകടകരമായ വസ്തുക്കളോ തറയിലില്ലെന്ന് ഉറപ്പാക്കേണ്ടതിന് ആനപ്പാപ്പാന്മാരുടെ പ്രത്യേക ശ്രദ്ധ തന്നെ വേണം. കിടക്കത്തഴമ്പ് കുറേ കാലമായി പാർത്ഥനെ അലട്ടി വരുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്തെ മുറിവ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭേദമാവുകയും മറ്റേ വശത്തും നല്ല കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കിടക്കത്തഴമ്പല്ല, ശരീരത്തിലെ ചില പേശികളുടെ രക്തയോട്ടം നിലച്ച് ദേഹം മുഴുവൻ നീര് വന്ന് വീർക്കുന്ന പ്രത്യേക വാതരോഗമാണ് പാർത്ഥൻ്റെ ജീവന് തന്നെ ഇടക്കാലത്ത് ഭീഷണിയായത്. പോയ വർഷം ചരിഞ്ഞ പാലോട് അയ്യപ്പനടക്കം ഒട്ടേറെ ആനകൾ ഈ വാതരോഗത്താൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഈ രോഗത്തിന് അടിപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷപ്പെടുകയെന്നത് അത്യപൂർവം എന്ന് പറയുന്നതാവും ഏറെ സത്യം. ഒറ്റ ദിവസത്തേക്ക് 10,000-ന് മേൽ ഏക്കം ലഭിക്കുന്ന പാർത്ഥനെ പോലൊരു ആനയെ 7-8 മാസക്കാലത്തേക്ക് ഒരൊറ്റ ഉത്സവത്തിനും വിടാതെ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ വീട്ടിൽ പ്രത്യേക ഷെഡ് തന്നെ പണിത് സംരക്ഷിച്ച ഇവൻ്റെ ഉടമകളോടും ഡോക്ടർമാരോടും വൈദ്യന്മാരോടുമെല്ലാം ഇന്നത്തെ ഈ പൂർണ്ണാരോഗ്യവാനായ പാർത്ഥൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ശരിക്കും ഇപ്പൊ നമ്മള് ആനകളുടെ അല്ലെ പാദരോഗം വാദം അല്ലെ വാദം വരുന്നതിന്റെ പ്രധാനം ഇത് പാദരോഗം, ഇത് വാദം അല്ലെ. ആനയ്ക്ക് വളരെയധികം ഗുരുതരമായിട്ടുള്ള രോഗമല്ലേ. ശരിക്കും കഴിഞ്ഞ സീസണിൽ പാലോട് അയ്യപ്പൻ എന്ന് പറയുന്ന ആന ചെരിഞ്ഞതും ഈ ഒരു രോഗം ഉണ്ടായിരുന്നു. വേറെയും പല ആനകൾ ചെരിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുക എന്നുള്ളത് ഈ എന്താ പറയുക മറ്റേ അത് വേറൊരു രോഗമായിട്ടല്ല. ആനയ്ക്ക് ഏറ്റവും കൂടുതൽ എരണ്ടക്കെട്ട് പോലെ തന്നെ ഗുരുതരമായിട്ടുള്ളൊരു അല്ലെ ആനയുടെ ജീവൻ തന്നെ അപകടപ്പെടുത്താവുന്ന ഒരു രോഗം ഗുരുതരമായിട്ടുള്ള. എങ്ങനെയാണ് നിങ്ങൾ ഇതിന്ന് ശരിക്കും പറഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്തി എടുത്തത്? അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത് ഏറ്റവും കൂടുതലായിട്ടുള്ള ദൈവാനുഗ്രഹം. അതിൻ്റെ പുറമെ രാവും പകലും ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. അതിന്റെ പ്രായവും ഒരു ഘടകമാണ്. ഏറ്റവും വലുതായിട്ട് അതെ ഈ ആനകളിൽ ഒരുവിധമൊക്കെ ഒരു 35 വയസ്സിന്റെ മുകളിൽ 50 വയസ്സൊക്കെ ആയ ആനകളാണ്. എല്ലാ ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് പ്രായം വളരെ കമ്മി ആയതുകൊണ്ട് ഒന്നുകൂടി മരുന്നുകൾ കൊടുക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് ശരീരത്തിൽ അതെ വലിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഇതാവും. പിന്നെ ഒരു 4-5 വർഷം കൊണ്ടൊക്കെ എല്ലാം ക്ലിയറായി. ഒരുപാട് വഴിപാടുകൾ ഞങ്ങൾ നടത്തലുണ്ട്. എൻ്റെ പേരിലൊരു വീട്ടിലൊരു കുടുംബാംഗത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സിക്കുമോ എന്നുള്ളത്, എത്ര അതിന് സാമ്പത്തിക ഒരു പ്രശ്നമല്ലാണ്ട് ഒരു കൊച്ചു കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചികിത്സ, ഏതൊക്കെ ഭേദപ്പെട്ട ചികിത്സ കൊടുക്കണം അതെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട്. വഴിപാടുകൾ കഴിക്കാറുണ്ട്. ദിവസേന എല്ലാ മാസം ശബരിമല ആനയുടെ പേരിൽ ഇന്നും കത്തിച്ചുകൊണ്ടിരിക്കുന്ന നീലാഞ്ചലം എല്ലാ അയ്യപ്പന് കത്തിക്കുന്നുണ്ട്. ആനയുടെ പേര് എല്ലാ ആനകളുടെ പേരിൽ ഞങ്ങൾ കത്തിക്കലുണ്ട്. വീട്ടിൽ കുടുംബങ്ങളുടെ പേരിൽ ഷീട്ടാക്കുന്നമാരെ ആനകളുടെ പേരിൽ ഞങ്ങൾ എല്ലാ അമ്പലങ്ങളിലും ഷീട്ടാക്കും, വഴിപാടുകൾ ചെയ്യും. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭേദമായി വന്നത് പറഞ്ഞ മാതിരി അതിൻ്റെ പ്രായവും എല്ലാവരും പ്രാർത്ഥനയും എല്ലാം കൂടി ഇന്ന് എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന് പൂർണ്ണമായിട്ട് ഭേദമായി എന്നാണ് നമ്മളിന്ന് വിശ്വസിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ ഒരുപാട് ഒരു ഷെഡ് കെട്ടലും പിന്നെ കാലിറക്കി വയ്ക്കാൻ വേണ്ടി അതിനായിട്ടൊരു വലിയൊരു ടബ് ഇരുമ്പിൻ്റെ ഉണ്ടാക്കലും ഒക്കെ ചെയ്തു. കഴിഞ്ഞ വർഷം എഴുന്നള്ളിപ്പിനും പോകാണ്ട് അതുപോലെ രാത്രി 12 മണിക്കായിരുന്നു രാജു വരുന്ന നോക്കിയാൽ രാത്രി 12 മണിക്ക് നീച്ചിട്ട് മരുന്ന് കൊടുക്കുക. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ആനയെന്നുള്ള ഒരു വരുമാനം ഒരു പൈസ പോലും പ്രതീക്ഷിക്കാണ്ട് തന്നെ നല്ല ചെലവുകൾ മാത്രം. അതൊരു ചെലവ് ഒരു ബാധ്യതയായിട്ട് ഞങ്ങൾ കണക്കാക്കില്ല. ഒരു ചെലവാണെന്നല്ല ഒരു ബാധ്യത ആണെന്ന് ഞങ്ങൾ കണക്കാക്കില്ല. ഒരു വീട്ടിൽ നമ്മുടെ ഒരു കുട്ടിക്ക് വയ്യെങ്കിൽ നമ്മൾ ചെയ്യില്ല, അതുമാതിരി നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. ഇനിയും നമ്മൾ അങ്ങനെ തന്നെ തുറന്നു പോകണം. ഉള്ള ആനകളെ നന്നായി നോക്കണം. ഒരുപാട് ആനകളെ വാങ്ങിക്കൂട്ടിയില്ലെങ്കിലും ഉള്ളതിനെ നന്നായി നോക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അടുത്തായിരിക്കുന്നത്.
ആനകളുടെ ചികിത്സ കാര്യത്തിലായാലും ഭക്ഷണകാര്യത്തിലായാലും സമയാസമയം എല്ലാം അവയ്ക്ക് കിട്ടുന്നു എന്നുറപ്പ് വരുത്താൻ ദത്തശ്രദ്ധയായ ഒരാൾ പുത്തൻവീട്ടിലുണ്ട്. ശ്രീദേവിയമ്മ. ശ്രീദേവിയമ്മയും പാർത്ഥനുമായുള്ള അടുപ്പം ഇവിടുത്തെ പാപ്പാന്മാർക്കും സമീപവാസികൾക്കും വല്ലാത്തൊരു രസവും കാഴ്ചയുമായിരുന്നു ഈ അടുത്ത നാൾ വരെ. പക്ഷേ പനമ്പട്ടയിലോ മറ്റോ തട്ടി വീണേക്കാം എന്ന ആശങ്കയിൽ അടുത്ത കാലത്തായി പാർത്ഥനും അമ്മൂമ്മയുമായുള്ള തൊട്ടും പിടിച്ചും കളികളൊന്നും വേണ്ട എന്ന കർശനമായ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ചെറുമക്കൾ. 80 കഴിഞ്ഞ ശ്രീദേവി അമ്മയുടെ മനസ്സും ധൈര്യവും കണ്ടപ്പോഴാണ് മദപ്പാടിൻ്റെ ലക്ഷണമായ നീരൊലിക്കുന്ന അവസ്ഥയിലും തികഞ്ഞ ഗാന്ധിയനെന്ന് മാത്രം നാട്ടുകാരെ കൊണ്ട് പറയിച്ചിട്ടുള്ള പാർത്ഥനെയും കൊണ്ട് നാട് ചുറ്റി ചിത്രീകരണം പൂർത്തിയാക്കുവാൻ ഞങ്ങൾ ഉറപ്പിച്ചത്. വേലയും കൂലിയും നടപ്പും യാതൊന്നുമില്ലാതെ 7-8 മാസക്കാലമായി സുഖചികിത്സയുടെ സുഖാലസ്യത്തിലായിരുന്നതിനാൽ ഇത്തിരി നടന്നാലും ഇഷ്ടന് ഒരു കിതപ്പും പോസുമൊക്കെ. ദീർഘനാളായി നടക്കാതിരുന്നതിനാൽ കാലടിച്ചോട്ടിലെ തൊലിയെല്ലാം നല്ല വെണ്ണ പരുവം. പതിവായി ചെരുപ്പിട്ട് ശീലിച്ചവർ ശബരിമല കയറുമ്പോഴുള്ള പോലെ അസാരം ഒരസ്ക്യത, അത്രയുള്ളൂ. നായകന്റെ മൂടും ഇഷ്ടാനിഷ്ടവും മാത്രം നോക്കിയിരുന്നാൽ ഷൂട്ടിങ്ങും ഷെഡ്യൂളും പാതി വഴിയിൽ കിടക്കുകയുള്ളൂ എന്നറിയാവുന്നതിനാൽ അതെല്ലാം മറന്നേക്കൂ എന്ന മട്ടിൽ അവനെയും കൊണ്ട് ഞങ്ങൾ കൊള്ളാവുന്ന ലൊക്കേഷനുകളും തേടി യാത്രയായി. ഒട്ടേറെ മലയാള സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള നല്ലൊരു കരിമ്പാറ മല കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം. കറുകറുത്ത ഈ മലയുടെ മുകളിൽ നമ്മുടെ കരുമാടിക്കുട്ടൻ അറിഞ്ഞൊന്ന് നിന്നാൽ ആനക്കമ്പക്കാരുടെ കണ്ണുകൾക്ക് അതൊരു വിരുന്നൂട്ട് തന്നെ ആവില്ലേ? പിന്നെ ഇനി ഇവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം കറുത്തവർക്കുള്ള സംവരണ സീറ്റിൽ കയറിപ്പറ്റാൻ എന്ന മട്ടിൽ ഒട്ടും രസിക്കാതെ മനസ്സില്ലാ മനസ്സോടെ പാർത്ഥൻ കയറുകയും ചെയ്തു. ചാഞ്ഞും ചരിഞ്ഞും നിന്നും കിടന്നുമൊക്കെ പറഞ്ഞ മാതിരി ഷൂട്ടിംഗ് തകൃതിയായി നടക്കുകയും ചെയ്തു. യവനാള് പുലിയാണ് കേട്ടാ എന്നൊരു സിനിമാ ഡയലോഗ് കടമെടുത്ത് പാർത്ഥന് സമ്മാനിച്ചുകൊണ്ട് ഓക്കെ ഇറങ്ങിക്കോ, ഞങ്ങൾ താഴെ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് ക്യാമറ ടീം മലയിറങ്ങുകയും ചെയ്തു. എങ്കിൽ പിന്നെ താഴെ നിന്നാക്കണ്ട, ദേ ഇവിടുന്ന് തന്നെ എന്നെ അങ്ങ് എടുത്തോ എന്ന മട്ടിലായോ എന്തോ പാർത്ഥന്റെ മനോഗതം. എന്തായാലും പാപ്പാന്മാരും കാര്യക്കാരും ഉടമയുമൊക്കെ പഠിച്ച പണി 18 പയറ്റിയിട്ടും നമ്മുടെ വില്ലാളി വീരൻ പാറയേക്കാൾ വലിയ അനങ്ങാപ്പാറയായി അവിടെ തന്നെ അങ്ങനെ നിന്നു, അല്ല തത്തിക്കളിച്ചു. മദപ്പാടിൻ്റെ സൂചനകളുള്ള ആന, റോഡരിക്, സമയം ചെല്ലുന്ന മുറയ്ക്ക് ആളും കൂടും. യവൻ പുലിയാണെന്ന സത്യം ഉറക്കെ പറഞ്ഞ ഞങ്ങൾ അപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഇത് പുലിയല്ല, പുലിവാലാണ് കേട്ട. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ഒരു ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ ആശ്വാസം പോലെ വെള്ളപ്പുക പുറത്തു വന്നു. പാർത്ഥൻ മലയിറങ്ങി. അപ്പോൾ ക്യാമറാമാൻ്റെയും സംവിധായകൻ്റെയും സ്ഥാനം അടുത്തുള്ള മരത്തിന് മുകളിലായിരുന്നു. ആകാശഗംഗ സിനിമയിൽ കലാഭവൻ മണിയുടെ പള്ളിയിലച്ഛനെ യക്ഷി പറപ്പിച്ച് കെട്ടാതെ കെട്ടിയ ആ മരത്തിൽ തത്തിപ്പിടിച്ച് കയറുകയെന്ന സാഹസത്തിന് തയ്യാറായത് നായകനെ കാര്യമായിട്ടൊന്ന് ഒപ്പിയെടുക്കാനാണെന്ന് പറഞ്ഞേക്കാമെങ്കിലും ആന തെറ്റിയോ എന്ന സംശയത്തിൽ പേടിക്കുന്നവരും ഇമ്മാതിരി തറവേലകളൊക്കെ കാട്ടിക്കൂട്ടിയേക്കാമെന്ന സത്യം പാർത്ഥനെങ്കിലും തിരിച്ചറിഞ്ഞു കാണണം. കാര്യമായ കെട്ടിയഴിക്കലൊന്നും വേണ്ടാതെ തന്നെ ഏത് പാപ്പാനും സുഖമായി കൊണ്ടു നടക്കാവുന്ന ആനയാണ് പാർത്ഥൻ. മണ്ണാർക്കാട് സ്വദേശി ശശിയാണ് പാർത്ഥൻ്റെ 1ാം പാപ്പാൻ. സുഭാഷും സുന്ദരനും സഹായികളും. ചേട്ടന് ആനപ്പണിയിലേക്ക് വന്നിട്ട് എത്ര കാലമായി? ഞാൻ ആനപ്പണിയിലേക്ക് വന്നിട്ട് 12 വർഷത്തോളം. 12 വർഷമായി. ആനപ്പണി അല്ലാണ്ട് വേറെ ഏതെങ്കിലും ജോലി അറിയോ? ഓ അറിയാം. ഏതാ? കാർപ്പൻ്റർ അറിയാം, ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്? ഓ ഉണ്ട്. കാർപ്പൻ്റർ അറിയാം. കാർപ്പൻ്റർ ആ പണിക്ക് പോകാറുണ്ടോ? പോയിട്ടുണ്ടോ? ഇതിനല്ലാത്തപ്പോൾ അതിന് പോവും. ശരിക്ക് നമുക്കൊരു സാമ്പത്തികം നോക്കിക്കഴിഞ്ഞാൽ സുരക്ഷിതവും കാശും സുരക്ഷിതമായ ജീവിതം അതല്ലേ? അതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യം ഇതിനോടാണ്. ഡ്രൈവിംഗും വേണ്ട, ഇതും വേണ്ട. ഏറ്റവും ഇങ്ങനെ ആനപ്പണി ഇഷ്ടപ്പെട്ടു. ഇതല്ലാണ്ട് വേറൊരു പണിക്ക് പോവില്ല.
കൂടുതൽ ഇതിനാണ് പോലെ. പിന്നെ ഇതിന്ന് അങ്ങോട്ട് കുറച്ചു കാലം മാറി നിൽക്കുകയാണെങ്കിൽ മറ്റേതിനും പോകുന്നു മാത്രം. അപ്പം ആശാരിപ്പണിക്കും പോകും. അത് നന്നായിട്ട് നല്ലൊരു പണിക്കാരനാണ്. നല്ല പണിയായിട്ട്. പക്ഷേ ഇതുള്ളിടത്തോളം ഈ ആനയുടെ ഒരു വീട്ടിലാരെങ്കിലും ആനക്കാരുണ്ടായിരുന്നോ? വീട്ടിൽ ഏട്ടനുണ്ടായിരുന്നു. രോഗങ്ങളുടെ അസ്ക്യതകളും ആലസ്യങ്ങളും കുടഞ്ഞെറിഞ്ഞു കളഞ്ഞ ശേഷം ആദ്യമായി പാർത്ഥനെ എഴുന്നള്ളിച്ചത് കടമ്പഴിപ്പുറം ക്ഷേത്രത്തിലായിരുന്നു. ആനകളുടെ തലയെടുപ്പിൻ്റെ യഥാർത്ഥ മാമാങ്കവേദി എന്ന് വിശേഷിപ്പിക്കാവുന്ന വടക്കൻ പറവൂർ ചക്കുമരശ്ശേരി ക്ഷേത്രത്തിലെ കലാശ പോരാട്ടത്തിന് ഒരിക്കൽ ഈ ഇളമുറ തമ്പുരാനും കച്ചമുറുക്കി കാവിലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് കളത്തിലിറങ്ങി. ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിലെ പ്രതിയോഗിയോ ഒട്ടും മോശക്കാരനല്ലാത്ത മംഗലാംകുന്ന് അയ്യപ്പനും. കാര്യം പ്രായത്തിലും അനുഭവത്തിലുമൊക്കെ അയ്യപ്പനാശാന് ഒരു പെരിയാൻ പട്ടം കൊടുക്കാമെങ്കിലും തട്ടകത്തിൻ്റെ മാനം കാക്കാൻ അങ്കപ്പണം കൈനീട്ടി വാങ്ങിയ ഇളമുറ തമ്പുരാന് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഒക്കുമോ? രണ്ടും കൽപ്പിച്ച് ഒരു നിൽപ്പങ്ങോട്ട് നിന്നുകൊടുത്തപ്പോൾ കണ്ടു നിന്നവർക്കാണ് ശ്വാസം മുട്ടിയത്. ഒപ്പം ജഡ്ജിങ് കമ്മിറ്റിക്കും. ആരെ തള്ളും ആരെ കൊള്ളും, ആരും മോശക്കാരല്ലാത്ത മത്സരത്തിൽ വിധി നിർണയിക്കുന്നതിൽ മനുഷ്യരായി പിറന്നവർക്കെല്ലാം കൈമലർത്തുകയല്ലാതെ നിവർത്തിയില്ലായിരുന്നു. ഒടുവിൽ നാട്ടുകാർ ഒന്ന് തീരുമാനിച്ചു. വിജയി ആരെന്ന് ചക്കുമരശ്ശേരി ഭഗവതി തന്നെ തീരുമാനിക്കട്ടെ. ടോസ് നിർണായകമായ വൺഡേ ക്രിക്കറ്റിൻ്റെ ടോസിനു വേണ്ടി ചങ്കിടിപ്പോടെ നിൽക്കുന്ന രാഹുൽ ദ്രാവിഡിനെയും ഇൻസമാമുൽ ഹക്കിനെയും പോലെ പാർത്ഥനും അയ്യപ്പനും അപ്പോൾ ശ്വാസമടക്കി പിടിച്ച് നിന്ന് കാണണം. ക്ഷേത്രനടയിൽ തന്ത്രി അവസാനം ടോസ് ചെയ്തു. ഫലം മൈക്കിലൂടെ പുറത്തു വരികയും ചെയ്തു. പക്ഷേ കാതടപ്പിക്കുന്ന കരഘോഷത്തിലും ആർപ്പുവിളിയിലും അതാർക്കും കേൾക്കുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം. എന്നാൽ ആ സമയം കൊച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുവാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരു ബോയിങ് വിമാനത്തിൻ്റെ പൈലറ്റ് ഞെട്ടലോടെ ഒന്നുകൂടി കണ്ണു തിരുമ്മി നോക്കി. എന്ത്, ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ പുതിയ ഒരു മല ഉദിച്ചു പൊങ്ങിയെന്നോ? ഇതെന്ത് മറിമായം! പാവം പൈലറ്റ് പേടിച്ചതുപോലെ അത് മലയുമല്ല മായയുമല്ലായിരുന്നു. പിന്നെയോ വെട്ടിപ്പിടിച്ചെടുത്ത വിജയത്തിൻ്റെ തങ്കത്തിളക്കത്തിൽ അഭിമാനം കൊണ്ട് വിജൃംഭിതമായ ഒരാനപ്പിറവിയുടെ തലയും തലയെടുപ്പുമായിരുന്നു അത്. അതെ, അന്ന് വിജയത്തിനൊപ്പം ഭാഗ്യദേവതയും നമ്മുടെ കൊച്ചു തമ്പുരാനൊപ്പമായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്, നമ്മുടെ പാർത്ഥനൊപ്പം. തലയെടുപ്പിൻ്റെ കൺകണ്ട രൂപമായി, നാളെയുടെ അതുല്യ തേജസ്സായി നാടുവാഴാൻ ഒരാന, ചെർപ്പളശ്ശേരി പാർത്ഥൻ. തലമുറകൾക്ക് മുന്നിൽ തലപ്പൊക്ക മത്സരങ്ങളുടെ 100 കഥകളും കണ്ണിമയ്ക്കാതെ കാണാനുള്ള 100,000 കാഴ്ചക്കമ്പകളുമായി പാർത്ഥൻ. ഇവൻ മംഗലാംകുന്ന് കർണൻ്റെ യഥാർത്ഥ പിൻഗാമി. തലമുറകൾ, ജനതതികൾ ഇവൻ്റെ പിന്നാലെ നിർനിമേഷരായി നടകൊള്ളുമ്പോൾ നമുക്കും അതിലണിചേരാം.